എല്ലാവർക്കും നമസ്കാരം. ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയനാണ് ഇത് ആദ്യം നടപ്പിലാക്കിയത്. അത് ഇവിടെ ഫെഫ്കയുടെ MDTVയുടെ ഡ്രൈവേഴ്സും നടപ്പിലാക്കുകയാണ്. നമ്മുടെ സർക്കാർ വിളിച്ചു ചേർത്ത ചലച്ചിത്ര നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു നിർദ്ദേശമാണ് ഈ സിനിമയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്യേണ്ടി വരുന്ന സിനിമയിലെ നടിമാർക്കും മറ്റ് ടെക്നീഷ്യന്മാരുമായിട്ടുള്ള വനിതകളുടെ ഒരു യാത്രാ സമയത്ത് സുരക്ഷയെ പറ്റിയിട്ട് ഫെഫ്ക എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വന്നപ്പോഴാണ് ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ ഇപ്പോൾ MDTV അത് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത് നമ്മൾ ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് ഫെഫ്കയുടെ ഒരു ഡ്രൈവറുടെ വണ്ടിയിൽ കയറുമ്പോൾ ആ വണ്ടിയിൽ ഒരു QR കോഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ടാവും. യാത്രയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരികയാണെങ്കിലും, സുരക്ഷയുമായി ബന്ധപ്പെട്ട് വണ്ടി എന്തെങ്കിലും തകരാറിലാവുകയാണോ, ഏതെങ്കിലും രീതിയിലുള്ള അതിക്രമമാണോ, ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും ഈ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ 24/7 എന്നുള്ള രീതിയിൽ ഫെഫ്കയുടെ ഡ്രൈവേഴ്സ് യൂണിയൻ്റെ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട്. അതിലേക്ക് മെസ്സേജ് പോവുകയും അലേർട്ട് വരികയും ഉടനടി തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിൽ നേരിട്ടോ ഫോൺ മുഖാന്തരമോ പോലീസിൻ്റെ സഹായമോ ഫയർഫോഴ്സിൻ്റെയോ എല്ലാവുമായിട്ട് ഇത് കണക്റ്റഡ് ആണ്. ആ രീതിയിൽ ഏറ്റവും പെട്ടെന്ന് ആ യാത്രക്കാർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഒരു സഹായം എത്തിക്കുന്ന ഒരു പദ്ധതിയാണിത്. ഇത് സിനിമ മേഖലയിൽ ഓൾറെഡി നടപ്പാക്കി കഴിഞ്ഞു. ഒരുപാട് സ്ത്രീകൾക്ക് ഇതുകൊണ്ട് നിലവിൽ ഗുണമുണ്ടായിട്ടുണ്ട്. സിനിമ അല്ലെങ്കിൽ സിനിമയേക്കാൾ വളരെ ഒരു അരക്ഷിതാവസ്ഥയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് സീരിയൽ ലോകം പോകുന്നത്. കാരണം അതിൽ ചിലപ്പോൾ രാത്രിയിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ടാവും. ആർട്ടിസ്റ്റുകളെ പിന്നെ ഒറ്റയ്ക്ക് മെയിൻ കഥാപാത്രം ചെയ്യുന്നവരെല്ലാം ഒറ്റയ്ക്കാണ് പലപ്പോഴും യാത്ര ചെയ്യുന്നത്. ഡ്രൈവർ ഉണ്ടായിരിക്കും കൂടെ. എല്ലാവർക്കും സ്വന്തം വാഹനം ഉണ്ടാകണം എന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പൊതുവേ ചിലവർ വന്ന് പറയാണ് ചിലവരുടെ സംസാര രീതി ശരിയല്ല, പെരുമാറ്റം വളരെ അപൂർവമായിട്ടായിരിക്കും. ചിലപ്പോൾ ചില വർത്തമാനങ്ങളിൽ കൂടിയായിരിക്കും ഇത്തരത്തിലുള്ള മോശമായ സംസാരങ്ങളൊക്കെ. അത് ചില സ്ത്രീകൾക്ക് കുറച്ച് അരോചകമാവും. അങ്ങനെ പരാതികൾ പലപ്പോഴും വരാറുണ്ട്. ഇത് അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇങ്ങനൊരു സംഭവം ഫെഫ്ക ആദ്യമേ രൂപീകരിച്ചത്. ഇപ്പം അത് ടെലിവിഷനിലേക്ക് കൂടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ സിനിമയേക്കാൾ അധികം മണിക്കൂറുകൾ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. അത് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് ഉമയ്ക്കും ശ്രീ ദിനേശ് പണിക്കർക്കും ഒക്കെയാണ്. അവർക്കറിയാം ഇത് എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണ് ഓരോ സ്ത്രീയും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. പലരുടെയും യാത്രകളൊക്കെ വളരെ ദൂരെ, വീടുകളൊക്കെ വളരെ ദൂരെയായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും വളരെ നല്ലൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് സംഘടന ഈ ഒരു പ്രവൃത്തി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കാറിൽ ഈ QR കോഡ് ഉണ്ടാവും. ഇവർക്ക് തന്നെ വളരെ സൈലൻ്റായിട്ട് ഡ്രൈവർ പോലും അറിയാതെ ഇവർക്ക് ഇത് QR കോഡ് സ്കാൻ ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ അസോസിയേഷനിലേക്ക് അലർട്ട് വന്നിരിക്കും. അസോസിയേഷൻ ഭാരവാഹികൾക്ക് ഇതൊക്കെ എല്ലാവരുടെ ഭാരവാഹികളുടെയൊക്കെ കയ്യിലൊക്കെ ഇതുണ്ടാവും. പിന്നീട് അതിൻ്റെ അടുത്ത നടപടികളിലേക്ക് പോകും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ സന്തോഷകരമായ മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സിനിമ ഇൻഡസ്ട്രിയിലും സീരിയൽ ഇൻഡസ്ട്രിയിലും തെന്നിയും തെറിച്ചും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ നോട്ടീസബിളായിട്ട് വന്നിട്ടില്ലെങ്കിലും എന്നാലും പരാതികൾ അവിടെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട്. ശ്രീമതി ഭാഗ്യലക്ഷ്മി അത് നിങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആകുന്നതിന് മുമ്പ് തന്നെ ഒരു പേടിയുടെ എലിമെൻ്റ് വരുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനുവേണ്ടി ഫെഫ്ക MDTV ഇപ്പം മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ആശയം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന വിവരം ഞാനിവിടെ അറിയിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങളുടെ എസ്പെഷ്യലി ലേഡി ആർട്ടിസ്റ്റിന് രാത്രി സീരിയൽ പൊതുവേ 10 മണിയാണ് സമയം പറയുന്നതെങ്കിലും 12 മണി വരെയൊക്കെ ഷൂട്ടിംഗ് പോകാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീടുകളിൽ കൊണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒറ്റപ്പെട്ട രീതിയിലുള്ള ആവശ്യമില്ലാത്ത വർത്തമാനമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത്
പലപ്പോഴും സൂചിപ്പിച്ചപ്പോൾ അതൊക്കെ എന്താ പറയുക ഒരു ഇഷ്യൂ ആയി മാറുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടില്ല. ഇനി അത് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ FFK ആയിട്ട് ടൈപ്പ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിയായിട്ട് തരേണ്ട, ഇമ്മീഡിയറ്റ്ലി സ്കാൻ ചെയ്ത് അറിയിച്ചാൽ മാത്രം മതി, അതിനുള്ള ആക്ഷൻ ഉണ്ടാവും എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന സ്ത്രീകളായിരിക്കും. ഭാഗ്യജി പറഞ്ഞ പോലെ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു മേഖലയാണ്. എല്ലാ മേഖലകളിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വർക്കിംഗ് ടൈം സിനിമയെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ചില സമയത്ത് പ്രതീക്ഷിച്ചതുപോലെ ഷൂട്ട് 9 മണിക്കോ 10 മണിക്കോ പോലും തീർക്കാൻ പറ്റില്ല. വെളുപ്പിനെ 2 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന സമയങ്ങളുണ്ട്. ദിനേശ് ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപക്ഷെ രേഖാപരമായി പരാതി തരാത്ത ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൂടെയുള്ളൊരു ആർട്ടിസ്റ്റ് ലേഡി പെൺകുട്ടിയാണ്. അപ്പോൾ അവർ ഒരു 2-3 ഇയേഴ്സ് മുമ്പ് അനുഭവിച്ചൊരു പ്രശ്നം ഒരു ഇൻ്റർവ്യൂയിലൂടെ പറയുകയും ഞാനത് അവരെ വിളിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിരുന്നൊരു കാര്യം, ഡ്രൈവറോട് കൺട്രോളർ പറഞ്ഞിരുന്നു അവരുടെ വീടിൻ്റെ മുറ്റത്തേക്ക് ഈ കുട്ടിയെ സുരക്ഷിതമായിട്ട് എത്തിക്കണം. അപ്പോൾ ഈ വീട് കുറച്ച് ഉള്ളിലോട്ടാണ്, ഏകദേശം നെടുമങ്ങാട് ഭാഗത്തേക്കാണ്. അപ്പോൾ വീട്ടിൽ ഈ റോഡിൽ നിന്നൊരു അല്പദൂരം അങ്ങോട്ട് ആ കുട്ടിക്ക് നടന്ന് കയറേണ്ടതുണ്ട്. ചില ഡ്രൈവേഴ്സ് അവിടെ നിന്ന് ലൈറ്റ് അടിച്ചു കൊടുക്കും ഈ കുട്ടികളെ സാധാരണ കൊണ്ടാക്കുമ്പോൾ അങ്ങ് വരെ എത്താൻ. ഒരു ഡ്രൈവർ വളരെ മോശമായിട്ട് ഈ കുട്ടിയെ സ്ഥിരം ഇറക്കുന്നതിൽ നിന്നും കുറച്ച് ദൂരത്ത് ഇറക്കുകയും, രാത്രിയാണ്, അർദ്ധരാത്രി 12 മണിയായി എന്ന് ആലോചിക്കണം, നല്ല ഇരുട്ടുള്ള പ്രദേശമാണ്. അപ്പോൾ ഈ കുട്ടിയെ ഒരു സുരക്ഷിതത്വമില്ല, കൂടെ ആരുമില്ല, ഈ കുട്ടി ഒറ്റയ്ക്കാണ് വരുന്നത്. ആ ഡ്രൈവർ ആ കൃത്യം ഇറക്കേണ്ട സ്ഥലത്ത് പോലും ഇറക്കിയില്ല എന്ന് മാത്രമല്ല, ഇതിന് ആ കുട്ടി പോയി വീടെത്തുന്നതിന് മുൻപ് തന്നെ ഈ വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഒരുപാട് ദൂരത്തിറക്കുകയും വണ്ടി എടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. ഇവിടെ നിന്ന് ഈ കുട്ടി ഓടിയാണ് വീട്ടിലേക്ക് എത്തുന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ കൺട്രോളർ വിളിക്കുമ്പോൾ വർക്കിന് വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിനൊരു ഭയം ഉള്ളത് കൊണ്ടാണ്, അത് കാരണം ആ സുരക്ഷിതത്വ കുറവാണ് അതിന് അന്ന് അനുഭവിച്ചത്. അത് പക്ഷേ ആരോടും പരാതി പറഞ്ഞില്ല. ഒരു പക്ഷേ നിയമപരമായിട്ട് നമ്മളോടന്ന് ആത്മസംഘടനയ്ക്ക് ഒരു പരാതി തന്നിരുന്നെങ്കിൽ പോലും നമ്മളത് എടുത്തേനെ. അപ്പോൾ പരാതിയായിട്ടത് പറയാതെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞപ്പോൾ സത്യത്തിൽ എനിക്ക് വിഷമമുണ്ടായതുകൊണ്ടാണ് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചത്. ഇതുപോലുള്ള ഇൻസിഡൻറ്റുകൾ പലപ്പോഴും നമ്മുടെ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ചിലപ്പോഴൊക്കെ പരാതി പറയുമ്പോൾ പരാതിപ്പെടുന്ന ആൾ വലിയ കുറ്റക്കാരായി മാറുമോ, അല്ലെ അവർക്ക് വർക്ക് നഷ്ടപ്പെടുമോ, മറ്റുള്ളവരവരെ മോശമായി കാണുമെന്നൊക്കെ ഒരു ഭയം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും പറയാത്തത്. ഒരുപക്ഷെ FFK എടുത്ത ഈ ഒരു ഇനിഷ്യേറ്റീവിലൂടെ ഇനി ധൈര്യമായിട്ട് പരാതി പറയാനും സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനും സാധിക്കുമെന്ന് വലിയൊരു ഒരു പ്രത്യേകിച്ച് അഭിനന്ദനം എന്നല്ല, അതിനുപരി ഒരു സംരക്ഷണമാണ് ഇപ്പോൾ FFK തന്നത്. അതിനൊരുപാട് നന്ദി അറിയിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.